അതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവുകയാണ്. എറണാകുളം എടപ്പള്ളിയിൽ നിന്നും ആലുവ അങ്കമാലി വഴിയാണ് ഞാൻ പോയത്. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ആനകളും മാനുകൾ അങ്ങനെ പല സംഭവങ്ങളും ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയാണ് പോകുന്നത്. മനോഹരമായ കാഴ്ച തന്നെയാണ്. അങ്ങനെ അതിരപ്പള്ളി എത്തി. അവിടെ നിന്ന് ടിക്കറ്റ് ഒരാൾക്ക് 50 രൂപ വെച്ചിട്ട് ആണ് ടിക്കറ്റ്. അതും എടുത്തുകൊണ്ട് നേരെ മുമ്പോട്ട് പോകുമ്പോൾ കുരങ്ങന്മാരെ കൊണ്ടൊരു കളിയാണ്. ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അവരുടെ വികൃതികളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ ആ വാട്ടർ ബോട്ടിലൊക്കെ തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തട്ടിപ്പറിച്ചു കൊണ്ട് പോകും. എന്തായാലും ആ ഒരു അവസ്ഥയിലാണ് അവിടുത്തെ കുരങ്ങന്മാർ. പിന്നെ അതൊക്കെ കണ്ടുകൊണ്ട് നല്ല ഒരു ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. മനോഹരമായ കാഴ്ച കാണണമെങ്കിൽ അതിന് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു പച്ചപ്പ് നിറഞ്ഞതും ഒരുപാട് വെള്ളം ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് വിശ്രമിക്കാനുള്ള അവിടെ ചെറിയ ചെറിയ ഷെഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല സംഭവം തന്നെയാണ്. മുകളിൽ നിന്നുള്ള കാഴ്ചയും അതിമനോഹരമായിട്ട് അതിൻ്റെ താഴെ നിന്നും കാണുന്ന ഒരു കാഴ്ചയും കൂടിയുണ്ട്. അതാണിപ്പോൾ ഈ കാണുന്നത്. താഴെ നിന്നാണ് ഈ കാഴ്ച കണ്ടത്. അതിമനോഹരം തന്നെയാണ് ആ വെള്ളം താഴേക്ക് ഇങ്ങനെ വീഴുന്നതും. പിന്നെ നമ്മളൊക്കെ നനഞ്ഞു പോകുന്ന വിധത്തിലാണ് അവിടെയുള്ള കാഴ്ച കാണുന്ന എല്ലാവർക്കും. കാരണം ഒരു മഴ പെയ്യുന്നത് പോലെ തന്നെ തോന്നിപ്പോകും. അത്രയും വെള്ളങ്ങളിങ്ങനെ അടിച്ച് ഏൽപ്പിക്കും. പിന്നെ മുളക്കൂട്ടങ്ങളെ കൊണ്ടിങ്ങനെ നമ്മളെ കൈ ഇങ്ങനെ പിടിച്ച് തന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു പോവുകയാണ്. കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഒരു 2, 3, 4 മണിക്കൂറൊക്കെ അവിടെ ചിലവഴിക്കാനുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു പോവുകയാണ്. ഇതാണ് ബസ് സ്റ്റാൻഡ്. ചാലക്കുടിയിൽ നിന്നും ഒരുപാട് ബസ്സുകൾ ഇവിടത്തേക്കുണ്ട്. അതുകൊണ്ട് എവിടെ നിന്ന് ഏത് സ്ഥലത്തു നിന്ന് വരുന്നവർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടെ എത്താൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ ചാലക്കുടി ടൗണിലെത്തിയപ്പോൾ ആ മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡ് കണ്ട് അവിടുന്ന് ഓട്ടോ ഡ്രൈവർമാരോട് ചോദിച്ചു, ഞാൻ ഇവിടെ മണിച്ചേട്ടൻ്റെ വീട് എവിടെയെന്നൊക്കെ. അപ്പോൾ അവരൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ അങ്ങോട്ടൊക്കെ പോയി. കുറച്ച് ദൂരം ഉള്ളൂ അവിടുന്ന് പോകാൻ, കുറച്ചേ ഉള്ളൂ പോകാൻ. അവിടെ പോയപ്പോൾ കുന്നശ്ശേരി രാമൻ എന്ന് പറയുന്ന സ്മാരകത്തിൻ്റെ അവിടെ മണിച്ചേട്ടൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ രൂപമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ ഫോട്ടോകളൊക്കെ അവിടെയുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് നേരെ മണിച്ചേട്ടൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചു. മണിക്കൂടാരം. അങ്ങനെ അത് കാണാൻ വേണ്ടി അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവിടുന്ന് കുറച്ചേ ഉള്ളൂ, നടന്നു പോകാനുള്ള ഇതേ ഉള്ളൂ. ചാലക്കുടി ടൗണിൽ നിന്നും 1 കിലോമീറ്റർ തികച്ചുമില്ല ഇവരുടെ കുന്നശ്ശേരി സ്മാരകത്തിലേക്കും വീടിലേക്കും. അത്രയും അടുത്താണ്. ഇതൊക്കെ കണ്ടതിന് ശേഷം നേരെ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് മണിക്കൂടാരം എന്നെഴുതിയിട്ടുള്ള ഇത്. ഇവിടെ തന്നെയാണ് കലാഭവൻ മണിയെ അടക്കിയിട്ടുള്ളത്. ഇപ്പോൾ വീട് ഭംഗിയായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ആൾ താമസമൊന്നുമില്ല. വീടിനകത്ത് മണിച്ചേട്ടൻ്റെ ബുള്ളറ്റൊക്കെയുണ്ട്. അതൊക്കെ കാണാൻ പറ്റി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.